ഗാസയിൽ വെടിനിർത്താനായിട്ട് ഇസ്രായേൽ പുതിയ ചില നിബന്ധനകൾ വെച്ചെന്ന് കേൾക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കയും ഖത്തറും ഈജിപ്തുമൊക്കെ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് അനൗദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിടുന്നതും കേൾക്കുന്നു. എന്താ വാസ്തവം? ലോകത്തിലെ ഏറ്റവും വലിയൊരു തമാശയാണത്. കാരണം ഞാനും ആ വാർത്ത കണ്ടു. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ വ്യക്തമായൊരു കാര്യം പറയുന്നില്ല. ഇവർ ഈ പറഞ്ഞ ഒത്തുതീർപ്പ് 2 നേഷൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പാലസ്തീൻ വേറെ കൊടുക്കുക, ഇസ്രായേൽ വേറെ ആക്കുക, അതിർത്തി തിരിക്കുക. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനും ഈ ബേസിക് 3 പേർക്ക് സമ്മതമല്ല. ഇസ്രായേലിന് സമ്മതമല്ല, ഹമാസിന് സമ്മതമല്ല, ഫത്ത പാർട്ടിക്ക് സമ്മതമല്ല. അവരാണ് ബേസിക് 3 ആൾക്കാരവിടുത്തെ. ഇസ്രായേൽ, പിന്നെ വെസ്റ്റ് ബാങ്കിലുള്ള ഫത്ത പാർട്ടി, ഗസ ആദ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഫത്ത പാർട്ടി. അവരെ തള്ളി പുറത്താക്കിയാണ് ഈ തീവ്രവാദ ഗ്രൂപ്പ് അവിടെ അധികാരത്തിൽ വന്നത്. പിടിച്ചെടുക്കുകയായിരുന്നു ഹമാസ്. അപ്പോൾ ഹമാസ്, ഫത്ത പാർട്ടി, ഇസ്രായേൽ, ഈ 3 പേർക്കും സമ്മതമില്ലാത്ത ഒത്തുതീർപ്പ് വെറുതെ ഇവരെല്ലാം കൂടെ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? സമ്മതിക്കേണ്ടത് അവരാണ്. അവരില്ലാതെ ഇവർ പോയി ചർച്ച ചെയ്യുന്നു. ഈജിപ്തും ഖത്തറും കൂടെ ചർച്ച ചെയ്യുന്നു. ഈജിപ്തിനും ഖത്തറിനും ഇതിനകത്ത് റോളില്ലല്ലോ. അയൽവക്കത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഈജിപ്തിൻ്റെ യോഗ്യത. ഖത്തറാണെങ്കിൽ ദൂരെയാണ് തന്നെ. അവർക്കെന്താ ഇതിനകത്ത് കാര്യം? അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തിനു കേൾക്കണം? ഇതിങ്ങനെ നെതന്യാഹു ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉണ്ട പൊട്ടിക്കും. ഇങ്ങനെ ഞങ്ങൾ ആലോചിക്കട്ടെ, പിടിക്കട്ടെ, ഉടനെ അതിൽ കയറിയിട്ട് ഇവരെല്ലാം ചർച്ച തുടങ്ങും. നെതന്യാഹു തുടക്കത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, അവസാനത്തെ ആൾ, വെടിമരുന്നിൻ്റെ ഗന്ധം പോലും വസ്ത്രത്തിലില്ലാത്ത ആളിനെ നോക്കി മാത്രം ഞങ്ങൾ ഗസയിൽ താമസിപ്പിക്കും, ബാക്കി എല്ലാത്തിനും ഞങ്ങൾ ഓടിക്കും അവിടെ നിന്ന്, അല്ലെങ്കിൽ വെടിവെച്ച് പോലും. ഇപ്പം എത്രയായി മരണം? 40,000-ആയി. ഗസയിൽ ഈ ഹമാസിൻ്റെ അന്ത്യം കണ്ടേ ഇസ്രായേൽ അടങ്ങുള്ളൂ. അതും ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് വളരെ നീണ്ടു നിൽക്കാൻ പോകുന്നൊരു യുദ്ധമാണ്, പെട്ടെന്നൊന്നും തീരുകയില്ല എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസവും അങ്ങനെ പറഞ്ഞു, ഇനി ഒരു 7 മാസം മുതൽ 1 വർഷം വരെ ഈ യുദ്ധം നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഇസ്രായേൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ പറയുന്ന കമലാ ഹാരിസ് ചെയ്തു, ഒബാമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, ഇവർക്കൊക്കെ എന്ത് വിലയാണ്? അമേരിക്കൻ പ്രസിഡൻ്റൊന്നുമല്ല. ജോ ബൈഡൻ പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല നെതന്യാഹു. എന്നാൽ അമേരിക്ക നെതന്യാഹുവിനുള്ള ആയുധ സപ്ലൈ നിർത്തിയോ? അതുമില്ല. കാരണം അമേരിക്കയ്ക്ക് ഒരു പരിധി വിട്ടൊന്നും ഇസ്രായേലിനെ തള്ളിപ്പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കും നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട്. നമ്മൾ ഇന്ത്യ അങ്ങനെയല്ലേ ചെയ്യുന്നത്? പാലസ്തീൻ പിന്നെ മഹത്തായ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഇറക്കും. ഇപ്പുറത്തുകൂടെ ഇസ്രായേലിന് ആയുധം വിറ്റ് നമ്മളും കാശുണ്ടാക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇവരെങ്ങനെയെങ്കിലും തൂങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി രാജ്യങ്ങളിരിക്കുന്നത്. ഇപ്പം ഇസ്രയേലിലേക്ക്, അതായത് ഇപ്പോൾ ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുന്ന ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ഗസയിലെ കുറച്ച് ഭാഗത്തേക്ക് ഈ പലസ്തീൻകാരെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് കർശനമായ പരിശോധന നടത്തും. അതായത് ഹമാസിൻ്റെ ആൾക്കാരുണ്ടോ, ഹമാസുമായി ബന്ധമുള്ള ആൾക്കാരുണ്ടോ, കുട്ടികളടക്കം നോക്കുമെന്നാണ്. അങ്ങനെയുള്ള ഒരു പരിശോധന നടത്തിയിട്ടാണ് വരുന്നത്. ഹമാസ് അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഈ തിരിച്ചുവരവ് നടക്കുമോ? ഇല്ല, നടക്കില്ല. മാത്രമല്ല, ഹമാസ് ഇത് സമ്മതിച്ചെന്ന് വെച്ചോ, അപ്പോഴും തിരിച്ചുവരവ് നടക്കില്ല. ഈ പരിശോധന വെച്ചിരിക്കുന്നത് ആളെ അകത്തേക്ക് കയറ്റി വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 തരം പരിശോധനയുണ്ട്. ആളുകളെ അകത്തേക്ക് കയറ്റാനായിട്ട്, വേറൊന്ന് കയറ്റാതിരിക്കാനുള്ള കാരണം കണ്ടുപിടിക്കാനുള്ള പരിശോധന. ആത്യന്തികമായി കയറ്റരുത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അല്ലാതെ ആ പരിശോധന വളരെ സ്ട്രിക്റ്റ് ആകും. അതിൽ ഹരാസ് ചെയ്യും, പിടിക്കുമ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ ആൾക്കാർ വേണ്ടാന്ന് വയ്ക്കും, അങ്ങോട്ട് പോകണ്ടെന്ന് വയ്ക്കും, കഴിയും. ഇതാണ് ഇപ്പോൾ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ലാത്ത പലസ്തീൻകാരെ മുഴുവൻ അവിടെ ഇനി അധിവസിപ്പിക്കുക, ഇനി ഒരു പ്രശ്നമൊന്നുമില്ല, ഇസ്രായേൽ ഇങ്ങോട്ട് കയറി അടിക്കരുത്, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പോൾ അവർ കയറി ഇടപെടും എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രായേൽ ഇതിൽ നിന്ന് പിൻവാങ്ങും, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറാകും. ഇല്ല, ഇസ്രായേൽ ഹമാസിനെ തീർത്തും നശിപ്പിക്കാതെ ഒരു സംഗതിയും ചെയ്യില്ല. ചർച്ചയ്ക്ക് പിന്നെ ഏതെങ്കിലും ഒരാളിനേക്ക് വിടും, പക്ഷേ അവരുടെ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറുകയില്ല. ചർച്ചയ്ക്ക് ആരെങ്കിലും വരണമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ വിട്ട് നീ അവിടെ പോയിരുന്നോളാം, അവിടെ പോയിരുന്നിട്ട് അവർ പറയുന്നതിന് മുഴുവൻ എതിര് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങി വരും. അവരുടെ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറാൻ പോകുന്നില്ല. അവർക്ക് വേറെ രാജ്യവുമില്ല. അവർ ഈ മേലും കീഴുമില്ലാതെ നിൽക്കുന്നൊരു കക്ഷികളാണ് ഇസ്രായേൽ. അത് ഓർക്കണം.
അവർക്ക് നേടാനൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. എത്ര വർഷമായി അവരിങ്ങനെ നിൽക്കുന്നു, ഇപ്പോഴും നിൽക്കുന്നു. അവരതിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അമേരിക്ക എന്ത് വേണം പറഞ്ഞോട്ടെ, ലെബനനോ ഈജിപ്റ്റോ ഖത്തറോ ആരാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. അവരെ തൊട്ടവനെ മുഴുവൻ അവരടിച്ച് നിലംപരിശാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ പോയി ഹൂത്തി കപ്പൽ മുക്കിക്കൊണ്ടിരുന്നവൻ? അനക്കമില്ല. ഹിസ്ബുള്ള എവിടെ പോയി? 2 ആഴ്ചയായി ബുള്ളച്ചേട്ടൻ്റെ വിവരമില്ല. ഇവരൊക്കെ ആടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒതുങ്ങി. സിറിയയ്ക്ക് അനക്കമില്ല. കാരണം ഡമാസ്കസ് എയർപോർട്ട് തന്നെ ഇവർ ബോംബിട്ടത്. അതിൻ്റെ റൺവേയൊക്കെ പോയി പ്രിപ്പയർ ചെയ്ത് ശരിയായെന്ന് പറഞ്ഞുകൂടാ. 4-5 മാസം മുമ്പായി ഇത് അവർ ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ സിറിയയ്ക്ക് ഇടപെടാൻ പറ്റുന്നില്ല, ലെബനന് പറ്റുന്നില്ല. ജോർഡാൻ പിന്നെ പണ്ടേ പറഞ്ഞു, എന്നെ ആരും ഉപദ്രവിക്കരുത്, ഞാനില്ല. ജോർഡാൻ ആ പ്രദേശത്തുള്ള വലിയ രാജ്യമാണ്. ജോർഡാൻ രാജാവ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, ഈ പണ്ടാരക്കെട്ടിൽ ഞാൻ തൊടില്ല, എന്നെ ആരും തൊടരുത്. പുള്ളി കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്തു ജോർഡാൻ. പിന്നെ ഈജിപ്തിന് നിർവാഹമില്ല. കാരണം ഈജിപ്തിന് ഗസയുമായിട്ട് അതിർത്തിയുണ്ട്. അവിടെ 3 ഗേറ്റുണ്ട്. അതിൽ 2 ഗേറ്റിൻ്റെ കൺട്രോൾ ഈജിപ്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഈജിപ്റ്റ് ഈസ് അണ്ടർ സിവിയർ പ്രഷർ. എന്നാൽ ഇവരെ സഹായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്നത്, ഈ മഹാഭാവികൾ ഹമാസ്, ഇവർ തുരങ്കം ഉണ്ടാക്കി ഈജിപ്തിലേക്ക് 2 ഉണ്ടാക്കി വെച്ചു. അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. ഈജിപ്തിന് പേടിയാണ് ഇവന്മാർ. ഇങ്ങോട്ടെങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈജിപ്റ്റ് ഗേറ്റ് തുറക്കുന്നില്ല. കാരണം തുറന്ന് ഇവനുള്ള ഭക്ഷണം, മരുന്ന് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഈ അതിർത്തിയിലുള്ള ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ആൾ വരും. ഇവിടുന്ന് അങ്ങോട്ട് സാധനം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾ വരും. ഇവിടെ ശല്യമാകും. എവിടെ ചെല്ലുന്നോ അവിടെ കുഴപ്പമുണ്ടാക്കുന്നവരാണ് ഹമാസ്. ഇപ്പോൾ കേരളത്തിലെ ഹമാസ് ഇപ്പോൾ തൽക്കാലം അടങ്ങി കിടക്കുക. ഇനി എപ്പോഴാണ് തലപ്പൊക്കെന്ന് അറിയാൻ വയ്യ. നല്ലൊരു ഹമാസിനെ പിന്തുണയ്ക്കുന്നവരും കേരളത്തിലുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നമ്മളൊക്കെ നോക്കേണ്ടത് ആ സാധനമാണ്. മറ്റേ ഹമാസ് അവിടെ കിടന്ന് ചത്തോളും. ഇത് നമ്മുടെ തലയിലാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാലസ്തീൻ കേൾക്കുന്നില്ല. ഉണ്ടോ? ഇല്ല, ഇപ്പോൾ കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കുന്നില്ല. ആ സമയം വരുമ്പോൾ ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വല്ലതും വരുമ്പോഴായിരിക്കും വീണ്ടും ഉയർന്നു വരും. ഗാസ പാലസ്തീനൊന്നും പിണറായി വിജയൻ വിടുന്ന പ്രശ്നമില്ല. പുള്ളിയുടെ പ്രിയപ്പെട്ട രാജ്യങ്ങളാണ് അതൊക്കെ. ഫിലാഡൽഫിയ ഇടനാഴി എന്ന് ഈജിപ്തിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് പറയുന്നത്, അവിടുന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ സൈന്യം പിടിച്ചു വെച്ചിട്ടുള്ള പലസ്തീൻകാരെല്ലാം ഇപ്പം മോചിപ്പിക്കാൻ പോവുകയാണെന്ന് ഈ പറഞ്ഞ കമലാ ഹാരിസിൻ്റെയും ഫ്രഞ്ച് പ്രസിഡൻ്റെയൊക്കെ പ്രസ്താവനയിൽ നിന്ന് വായിച്ചറിയാം. അപ്പോൾ ഇസ്രായേൽ ഇതൊന്നും അറിയാതെ മറ്റുള്ളവർ കുറേ പ്രസ്താവനകൾ നടത്തുകയാണ്. അതെ, അത്രേ ഉള്ളൂ. കാരണം അവിടെയെല്ലാം മുസ്ലിം വോട്ട് ഇവിടുത്തെ പോലെ അവിടെയുണ്ട്. ഇപ്പം ഏകദേശം ഫ്രാൻസ് ഇസ്ലാമിൻ്റെ പിടിയിലായി കഴിഞ്ഞു. ഇംഗ്ലണ്ട് ഇസ്ലാമിൻ്റെ പിടിയിലായി കഴിഞ്ഞു. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ പാലസ്തീൻ സിന്ദാബാദ് അത് ഇത് വലിയ പ്രശ്നമാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവരുടെയൊക്കെ വോട്ട് കിട്ടണമെങ്കിൽ അവിടെയും പാലസ്തീൻ അനുകൂല പ്രസംഗം നടത്തണം. പാലസ്തീൻ അനുകൂലം എന്ന് പറഞ്ഞാൽ ഹമാസ് അനുകൂലം. ഹമാസ് അനുകൂല പ്രസംഗത്തിൽ ഏറ്റവും സേഫായിട്ട് ചെയ്യാവുന്നത് വെടിനിർത്തൽ. ആർക്കോ വെടിനിർത്താനല്ലേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഈ പാർട്ടികളെല്ലാം വെടിനിർത്താൻ പറയുന്നത്. ഇപ്പോൾ കമലാ ഹാരിസ് വെടിനിർത്താൻ പറയുന്നത് പാലസ്തീൻ്റെ സപ്പോർട്ട് അമേരിക്കയ്ക്കുള്ളിൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവർക്ക് ഇത് വെടിനിർത്തണമെന്ന് താല്പര്യമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ജോ ബൈഡൻ അല്ലേ ഇപ്പോഴും പ്രസിഡൻറ്റ്? ജോ ബൈഡനാണല്ലോ തെരഞ്ഞെടുപ്പ് അടുത്ത ജാനുവരിയിലല്ലേ വരുന്നത്. ഇപ്പം ജോ ബൈഡന് ഇത് നിർത്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നിർത്തിയില്ലല്ലോ. കമലാ ഹാരിസിൻ്റെ അടുത്ത ആളല്ലേ ജോ ബൈഡൻ. പിന്നെ ഒബാമ. വാസ്തവത്തിൽ ജോ ബൈഡൻ എന്ന് പറയുമ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നത് ബരാക്ക് ഒബാമയാണ്. എല്ലാ തീരുമാനങ്ങളും ഒബാമയുടെയാണ്. ജോ ബൈഡൻ ഒരു എഴുന്നള്ളിച്ച് നടത്തുന്ന ഒരു പ്രസിഡൻറ്റ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്യരുതായിരുന്നു ഒബാമയ്ക്ക്. ഇപ്പോൾ ജോ ബൈഡൻ മാറി അടുത്ത സ്ഥാനാർത്ഥി കമലാ ഹാരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്തുണ, പാലസ്തീന് പിന്തുണ. ഇതൊക്കെ ഈ അവിടുത്തെ ആ അന്തരീക്ഷത്തിൽ അവർക്ക് മാക്സിമം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. അവർക്ക് ഈ ട്രംപിൻ്റെ നേർക്ക് വെടിവെപ്പുണ്ടായില്ല. അതിൽ നിന്ന് ഒന്ന് ശ്രദ്ധ തിരിക്കണം. ട്രംപിന് വലിയ സാധാപമൊന്നും കിട്ടാൻ പോകുന്നില്ല വെടിവെപ്പിൻ്റെ. ഇന്ത്യ പോലെയല്ല അമേരിക്ക. അയ്യോ വെടികൊണ്ടു എന്നാൽ പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള സ്വഭാവമൊന്നും അവർക്കില്ല. 2% വലുതായിരിക്കും ചിലപ്പോൾ അഭിപ്രായം മാറുന്നത്. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഇവർ പുതിയ നരേറ്റീവ് സെറ്റ് ചെയ്യുകയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. അമേരിക്കൻ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിനുള്ള നരേറ്റീവ് സെറ്റ് ചെയ്യുന്ന വാർത്തയാണ് ഈ പറയുന്ന സാധനം. അതിനകത്ത് ഈ പറഞ്ഞ ഫിലഡൽഫിയ ഇടനാഴി, ഖത്തർ,
ഈജിപ്റ്റുമായിട്ട് ചർച്ച ചെയ്തു, ഈജിപ്റ്റ് ലെബനനുമായിട്ട് ചർച്ച ചെയ്തു, മറ്റേ ആൾ വണ്ടി കയറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടാക്കുന്നു. പുതിയൊരു നരേറ്റീവ് സെറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾ. ഈ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഒക്കെ ഇപ്പം പൊളിഞ്ഞു കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ പേര് പലായനം ചെയ്തു പോയല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ പോകുന്നു. നന്നാക്കി എടുത്തിട്ട് ഈ ഇസ്രായേലുകാരെ കൊണ്ട് അവിടെ അധിവസിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേൽ അവിടെ അങ്ങ് പൂർണ്ണമായിട്ടും ആൾ താമസിക്കുക എന്നുള്ള. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യക്കാരായ കുറേ ആളുകളെ അങ്ങോട്ട് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വേണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ സംഭവിക്കുമോ ഈ പറയുന്ന അവിടെ ഒരു? പിന്നെ സംഭവിക്കും. അയ്യോ, 1,00,000 പേരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇസ്രായേൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് 7,000 ഇന്ത്യക്കാർ, 7,000 6,000 ഇന്ത്യക്കാർ റെഡിയായിട്ട് നിൽക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ശാന്തമായിട്ട് നിങ്ങളവിടെ, അല്ലെങ്കിൽ ഇവനവിടെ പോയിട്ട് അടുത്ത ഉടനെ എന്നെ വിമാനം അയച്ച് എന്നെ ഇവിടെ നിന്ന് എടുക്കുക കേട്ടാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ മേലെന്ന് പറഞ്ഞ് ഞാൻ മോദി സമാധാനം പറയണ്ടേ. അതുകൊണ്ട് മോദി പറഞ്ഞു നിൽക്കിപ്പോൾ പോകാൻ വരട്ടെ എന്ന്. അവരവിടെ ഈ ജോലി റീകൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. എത്ര ബ്രിഡ്ജ്, എത്ര ബിൽഡിങ്ങൊക്കെ നശിച്ചുപോയില്ലേ. അതെല്ലാം രണ്ടാമത് പണിയാനുള്ള ഏർപ്പാട് ഇസ്രായേലികൾ ചെയ്തു. 1.5 ലക്ഷം ഇസ്രായേലികൾ ടെലവീവിലേക്ക് പറന്നു ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം. 1.5 lakhs അവരുടെ രാജ്യത്തെ കൺസ്ട്രക്ഷൻ വർക്ക് നോക്കാനായിട്ട്. യുദ്ധത്തിന് അതല്ല കൺസ്ട്രക്ഷൻ വർക്ക്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞങ്ങൾ തയ്യാറെന്ന് പറഞ്ഞിട്ട് ലോകമെമ്പാടും നിന്ന് 1.5 ലക്ഷം ജൂതന്മാർ ടെലവീവിലേക്ക് പറന്നെത്തി. അത് കൂടാതെയാണ് 1,00,000 പേരെ അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതിലാണ് ഈ 7,000 ഇന്ത്യക്കാരുള്ളത്. അവർ പോയിട്ടില്ല ഇതുവരെ. അത് നമ്മുടെ ഗവൺമെൻറ് സമ്മതിക്കാഞ്ഞിട്ടാണ്, ഇസ്രായേൽ സമ്മതിക്കാഞ്ഞിട്ടല്ല. നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞു പോകാനുള്ള സേഫ്റ്റി ആയിട്ടില്ല അവിടെ, അതുകൊണ്ട് തൽക്കാലം പോകേണ്ടതെന്ന്. ഇസ്രായേൽ അങ്ങനെ ആ മേഖലയിലൂടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നു, അവരുടെ ജനതയെ അവിടെ കൊണ്ട് പാർപ്പിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ അറബ് ജനത എതിരായി വരില്ല എന്ന് വെച്ചാൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരും. ഇതൊക്കെ ഹിസ്റ്റോറിക്കലി സംഭവിക്കുന്നതാണ്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഇതുപോലെ ആൾക്കാരെ കൊണ്ടുപോയി സ്ഥാപിച്ചു, താമസിപ്പിച്ചു. അവരെ തിരിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ബഹളം നടക്കാറുണ്ട്. അതാണ് ഈ ഇസ്രായേൽ മൊമെൻറ്റ് ആവശ്യമാണ് എന്ന് നമ്മുടെ ആനന്ദ് രംഗനാഥൻ TV ചർച്ചയിലേക്ക് വരാറ്. ആനന്ദ് രംഗനാഥൻ ഒരിടത്ത് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ പേരിൽ കേസോ അങ്ങനെ എന്തോ എടുത്തു. അങ്ങനെ പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മൊമെൻറ്റ് വരണം എന്ന് പറഞ്ഞത് വെടിവെപ്പ് സംഗതിയോ അല്ല. ഈ കാശ്മീരിൽ ഇസ്രായേലുകാർ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പൗരന്മാരെ താമസിച്ച പോലെ കാശ്മീരിൽ ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുപോയി താമസിപ്പിക്കണം. അപ്പോഴേ ആർട്ടിക്കിൾ 370 ലക്ഷ്യം പൂർത്തിയാകുന്നുള്ളൂ. ആ അർത്ഥത്തിലാണ് ഇസ്രായേൽ മൊമെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഇസ്രായേൽ മൊമെൻറ്റ് ഒരു ഫേമസ് വാക്കാണ്. ഇസ്രായേൽ അത് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ. അപ്പോൾ ഈ 3 മധ്യസ്ഥരുടെ ഇടപെടൽ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നത്. വെറും ആകാശത്തിലെ പടക്കങ്ങളാണ് അതെല്ലാം, ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഹിസ്ബുള്ള പറഞ്ഞത് ഈ ലെബനെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്ന, പിന്നെ പറഞ്ഞ് ഇറാൻ്റെ പിന്തുണയോടെ ഞങ്ങൾ അങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ഹമാസിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ആളുകളെല്ലാം കൂടെ വരും. കാരണം ഞങ്ങൾ നിലവറയ്ക്കകത്ത് മീൻസ് തുരങ്കത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭയങ്കര അറ്റാക്ക് നടക്കും. ഇനി ഇസ്രായേലിന് തിരിച്ചടി, ഇങ്ങനെയായിരുന്നു ഒരു 2-3 ദിവസം മുമ്പ് വരെയുള്ള നാരേറ്റീവ്. ഇപ്പോൾ എന്തെല്ലാം തകിടം പറഞ്ഞത്? അങ്ങനെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഒന്ന്, ഹിസ്ബുള്ള ലെബനിലെ അംഗീകരിക്കപ്പെട്ട ഒരു സേനയൊന്നുമല്ല, അതൊരു ഗുണ്ടാസംഘമാണ്. അപ്പോൾ അവർക്ക് എന്ത് ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടാൻ ഒന്നുമില്ല. ഹൂത്തി അതുപോലെയാണ്. യമൻ സർക്കാരിൻ്റെ പട്ടാളമൊന്നുമല്ല ഹൂത്തി അവിടുത്തെ ഒരു ഗുണ്ടാസംഘമാണ്, കൊള്ളസംഘം. അപ്പോൾ ഈ കൊള്ളസംഘമാണ് ലെബനെ തൊട്ടാൽ, ലെബനെ ആരും തൊട്ടിട്ടില്ല, നിൻ്റെ കൊള്ളസംഘത്തെയാണ് തൊട്ടത്. അതുകൊണ്ടാണ് ലെബനൻ പ്രതിഷേധിക്കാത്തത്. അവരുടെ നാട്ടിലെ ഒരു കൊള്ളസംഘം ഇസ്രായേൽ പോയി ചൊറിഞ്ഞ് തലമേടിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ, കിട്ടിയത് മേടിച്ച് പോക്കലിടാന്ന് പറയും. ഇത് തന്നെ. ഇപ്പോൾ ലോക്കൽ കൊള്ളസംഘങ്ങൾ, ഗുണ്ടാസംഘങ്ങളാണ് ഈ ഹിസ്ബുള്ള, ഹൂത്തി എന്നൊക്കെ പറയുന്നവർ. അത് കവിഞ്ഞ് വിലയൊന്നും ഓർക്കില്ല. അവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ്താവനയൊക്കെ ഇറക്കും. ഇവിടെയുള്ള ഹൂത്തിയും ഹിസ്ബുള്ളയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് സന്തോഷം. അതുകൊണ്ട് മലയാള പത്രങ്ങൾ അതിങ്ങനെ ഹൂത്തി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാഠമൊക്കെ കൊടുത്ത്. ഈ ഹിസ്ബുള്ള, ഹൂത്തി അല്ലെങ്കിൽ ഈ ഹമാസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സഹായം ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയും ഇറാനും ഒക്കെ തന്നെയല്ലേ. അപ്പോൾ ആ കളി ഇപ്പോഴും നടക്കുന്നില്ല അന്നേരം. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇല്ല, കാശൊക്കെ അവർക്ക് കിട്ടുന്നത്. കാരണം ഇവരുടെ നേതാക്കന്മാർ താമസിക്കുന്നത് ഖത്തറിലാണ്. ഖത്തർ വഴി കാശ് ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവർ കോടിക്കണക്കിന് വൻ പണക്കാരാണ് ഇവരെല്ലാം, ഇതിൻ്റെയൊക്കെ നേതാക്കന്മാർ. ഈ ഗസയിലൊക്കെ തലകൊള്ളുന്ന ചുമ്മാ ഉള്ള ഹമാസാണ്. അവൻ്റെ ഒരു തോക്കുകൊണ്ട് അവൻ പോയിട്ട് പലരും വെടിവെക്കും, 10 വെടി അവന് തിരിച്ച് കിട്ടും, അവൻ ചത്തുപോകും. അങ്ങനെയാണ് ഈ 40,000 എണ്ണം ചത്തിരിക്കുന്നത്. നേതാക്കന്മാർ ഖത്തറിൽ സേഫായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു.
കഴിഞ്ഞ മാസമല്ലേ അവരുടെ ഹമാസ് നേതാവിൻ്റെ മകൻ ഒരു റോൾസ് റോയ്സോ മറ്റോ മേടിച്ച് 6 കോടി രൂപ വിലയുള്ള വണ്ടിയൊക്കെ വാങ്ങി അവർ സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കുകയാണ്. ഈ പലസ്തീൻകാർക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ നേരത്തെ ഈ കേരളത്തിൽ CPM അല്ലെങ്കിൽ അത് ഇടതുപക്ഷ സംഘടനകളൊക്കെ വലിയ പ്രക്ഷോഭമായിട്ട് രംഗത്ത് വന്നു. ഇങ്ങനെ പാലസ്തീനെതിരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. ഇപ്പോൾ എന്തായിരിക്കും കേരളത്തിലടക്കം ഇത്തരം കാര്യങ്ങളിലൊരു പിന്തുണയില്ലാത്തത്? തെരഞ്ഞെടുപ്പില്ലാത്തതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് വരട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമല്ലോ ഉടനെ, അപ്പോൾ കാണാം. തെരഞ്ഞെടുപ്പില്ല, അതുകൊണ്ട് മുസ്ലിം വോട്ടാണല്ലേ ഇതിപ്പോൾ ആർക്കറിഞ്ഞൂടത്. മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ പരവേശം കാണിക്കുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പരവേശം വീണ്ടും ഉണ്ടാവും. പലസ്തീൻ എണീറ്റ് വരും, മറ്റേ വത്തയ്ക്ക അതൊക്കെ എണീറ്റ് വരും. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെല്ലാം വന്നോളും താനെ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബഹളം വെച്ചിട്ട് പ്രയോജനമില്ല. കയ്യിലെ കാശ് കളഞ്ഞ് പ്രകടനം നടത്താമെന്നുള്ളതല്ലാതെ പ്രയോജനമില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉറപ്പായിട്ട് ഈ സാധനം അവിടെ ശാന്തമായി കഴിഞ്ഞാൽ പോലും ഇവിടെ പ്രക്ഷുബ്ധമാകും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അപ്പോൾ അവസാനമായിട്ട് ചോദിച്ചാൽ എന്ന് ഈ യുദ്ധം തീരും, അല്ലെങ്കിൽ എന്ന് പ്രശ്നം തീരും? ഉടനെയൊന്നും തീരാൻ പോകുന്നില്ല. നെതന്യാഹു പറഞ്ഞ പോലെ 1 വർഷം കൂടെ മിക്കവാറും എടുക്കും. അപ്പോൾ 1 വർഷം നീളമായിരിക്കും, നമുക്ക് കാത്തിരിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.